ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പ മേടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാളത്തെ കപ്പയും നമ്മുടെ ഇന്നാൾ മേടിച്ചു കൊണ്ടു വെച്ചാൽ പന്നിയുടെ നെയ്യൊക്കെ തൊലിയും നെയ്യൊക്കെ കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിട്ട് നന്നാക്കി എടുത്തിട്ട് അങ്ങനെ കപ്പ നമ്മൾ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് പതുക്കെ പതുക്കെ കുത്തി ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ കുത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനിട്ട് ബാക്കി അരിഞ്ഞെടുത്തിട്ട് വീഡിയോ ലോങ്ങാൻ മതി. അപ്പോൾ നമ്മുടെ കപ്പ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേര് സംഗതികളൊക്കെ ഇങ്ങനെ മാറ്റി കപ്പ അരിഞ്ഞ് നല്ല സെറ്റായിട്ടെടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ലേശം ഇട്ടു. ഞാനൊരു 3-4 കാന്താരിയും കൂടെ ഇരിക്കണ്ടായിരുന്നു, അത് ചുമ്മാ ഇട്ടു മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്തേക്ക് ലേശം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് ഇല്ലെങ്കിൽ 3 തണ്ട് വേപ്പില. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കുക. കപ്പ കഴുകിയെടുക്കണോട്ടോ. കപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കഴുകി പോകണം, കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഊറ്റി കളയുമ്പോൾ പോകണം. അങ്ങനെയൊക്കെയാണ് അത് കളയേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. ഇവിടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കപ്പ ഓടുപാട് വേവിച്ച് കളയരുത്. നമുക്കൊരു പാകത്തിന് നമുക്ക് കുഴഞ്ഞു പോകില്ലാത്ത രീതിയിൽ നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം. അപ്പോൾ അന്യായമായിട്ട് കുഴഞ്ഞു പോകണവർ നമ്മുടെ ഈ പറഞ്ഞ ആ രീതിയിൽ കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെയല്ല. ഞാനിങ്ങനെ ഒരു കപ്പ വെന്തു എന്നാൽ വലിയ കുഴയാനുള്ള പാകം കൊടുത്തിട്ടില്ല. കഴിക്കുമ്പോൾ കപ്പ വാങ്ങി വെള്ളം ഊറ്റി കളയാൻ വേണ്ടിയിട്ട് ഇട്ടേക്കാം. ഇപ്പോൾ നമ്മൾ നാളെ എടുത്തു വെച്ച ആ തൊലി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കാറുണ്ട്. അതിങ്ങനെ ചെത്തിയെടുക്കണം. ഒരു 1/2 കിലോ പന്നിയിറച്ചി മേടിച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്. അത് ഈ കൂടെ ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നുറുക്കിയെടുത്ത് കഴുകിയെടുത്തിട്ട് കാണാം. ഇതിൻ്റെ അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇവിടെ കഴുകി വാരി വെച്ചാൽ പന്നിയിറച്ചി മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, കുറച്ച് വേപ്പല, ലേശം ഉപ്പാറുള്ളൂ. കാര്യം കപ്പയ്ക്ക് ഉപ്പിട്ടുണ്ട്. അതെങ്ങനെ മഞ്ഞെന്ന് പറയാനില്ല. വേപ്പല ലേശം ഇതുപോലെ ഇതാക്കി ഊരിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്ത് ചെറിയ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ. ഓക്കെ, അത് വെന്തും കൊടുക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് ചതച്ച് വെച്ചത് അങ്ങോട്ട് കൊടുക്കും. വെളിച്ചെണ്ണ കുറച്ചാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പന്നിയിൽ അല്പം നെയ്യ് ഉണ്ടാവും, അത് കാരണമുണ്ട്. അപ്പോൾ അതങ്ങ് മൂത്ത് വരട്ടെ. ചതച്ച മുളക് ലേശം ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ശരിക്കും മൂത്ത് വരട്ടെ. നല്ല വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി നന്നായിട്ട് മൂത്ത് വന്നാലാണ് കപ്പയുടെ കൈനോട് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നു. നമ്മുടെ നന്നായിട്ട് മൂത്ത് വന്നതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഈ ഐറ്റംസ് പന്നിക്ക് മല്ലിപ്പൊടി ഒരിക്കലും ചേർക്കണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഉണ്ടോ. അപ്പോൾ അതൊക്കെ ചൂടായി വരുന്നുണ്ട്. മല്ലിപ്പൊടി ചേർക്കണം. കപ്പയും കൂടി മിക്സ് ചെയ്യാനുള്ളതാണ് ചേർക്കണത്. നന്നായിട്ട് ചൂടായിട്ട് വന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ അതിലേക്ക് നമ്മുടെ പന്നി ഇട്ട് കൊടുക്കാം. ആ പന്നി വേവിച്ചതിലേക്ക് ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ ഉപ്പൊക്കെ ഇട്ട് പാകമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അവനവൻ്റെ പാകത്തിന് എരിവ് ഇടാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എരിവൊന്നും വേണമെന്നില്ല. എരിവ് കുറച്ച് വേണ്ടവർക്ക് എരിവ് ഉപയോഗിക്കാം, എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മുടെ ഇതിനെ ഗ്രേവിക്കാമെന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് നമ്മുടെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പന്നി വേവിച്ച് വെക്കാനായിട്ട് നെയ്യും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചൂടായിട്ട്
എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് ചെറിയ തീയിൽ അങ്ങോട്ട് സാധനം അങ്ങോട്ട് വെന്ത് വരട്ടെ. അതിൻ്റെ അധികം നമുക്ക് കപ്പയും കിട്ടാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അധികം നമ്മുടെ ആ വേവിച്ച് വെച്ചാണ് കപ്പ അങ്ങിട്ട് കൊടുക്കാം. കപ്പ അങ്ങിട്ട് കൊടുക്കുമ്പോൾ നെയ്യൊക്കെ ഇതിൻ്റെ അധികം അങ്ങ് വലിയ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇളക്കി അങ്ങ് മിക്സാക്കുക. ഒരുപാട് കപ്പ വേവിച്ച് വെച്ചാൽ കുഴച്ച് വെച്ചാൽ അത് എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണേ. അപ്പോൾ നിങ്ങളത് ഇങ്ങനെ വെച്ചാൽ റെഡിയാക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് നമുക്കൊരു സാധനമാണ് ചേർക്കാനുണ്ടായത്. നമുക്ക് അത് എല്ലാം ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കാണിച്ചത്. ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ചേർക്കുന്ന സാധനമാണ് ഇങ്ങനെ മോളിക്കട കുരുമുളക് പൊടി. കുരുമുളക് ഇത് വീട്ടിൽ പൊടിപ്പിച്ച് വെച്ചാണ്. അതിങ്ങനെ ലാസ്റ്റ് അതിൻ്റെ മോളിക്കട ഇങ്ങനെ വിടുക. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, നെഞ്ചരിച്ചിലൊക്കെ ഉള്ളവർക്ക് മാറാൻ സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. Okay, bye.